ട്യൂട്ടോറിയൽ സെക്ഷൻസ് ആൻഡ് ട്രെയിനിങ് ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UPSCയുടെ എൻവയോൺമെൻറ്റ് എന്ന സബ്ജക്റ്റാണ് തുടങ്ങാൻ പോകുന്നത്. ശങ്കേഴ്സ് IAS അക്കാഡമിയുടെ ബുക്കാണ്, 7th എഡിഷനാണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് കടക്കാം. എക്കോളജി ചാപ്റ്ററിൽ മെയിനായിട്ട് 3 ടോപ്പിക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് ഹിസ്റ്ററി ഓഫ് എക്കോളജി, 2 എൻവയോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻറ്റ്സ്, 3 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോ ടോപ്പിക്കുകളും. ഇതിൽ എക്കോളജിയുടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് ദ ലിവിങ് ഓർഗാനിസംസ് വിത്ത് ഈച്ച് അതർ ആൻഡ് വിത്ത് ദെയർ എൻവയോൺമെൻറ്റ്. എങ്ങനെയാണ് ഒരു ജീവജാലം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ ജീവജാലങ്ങളുമായിട്ട് എന്തൊക്കെ ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, അത് അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിന് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് കുറിച്ചുള്ള പഠനവുമാണ് എക്കോളജിയിൽ പഠിക്കുന്നത്. എക്കോളജിക്ക് സെക്കൻഡ് ഡെഫിനിഷനും ഉണ്ട്. അതെന്ന് പറയുന്നത് ലിവിങ് ഹോം, നമ്മുടെ എവിടെയാണ് ജീവിക്കുന്നത് അതിനെക്കുറിച്ചുള്ള സ്റ്റഡി, അതാണ് ഈ എക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. എക്കോളജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രം തന്നെയാണ്. ഈസ് ആൻ ഓൾഡ് ആസ് ഹ്യൂമൻ സിവിലൈസേഷൻ. പണ്ടുള്ള ആളുകൾക്ക് നമ്മുടെ പ്രകൃതിയെക്കുറിച്ചും അവയും നമ്മുടെ ചെടികളും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എങ്ങനെയാണ് അവരെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിൽ കൊണ്ടുള്ള നമുക്ക് ഗുണങ്ങൾ എങ്ങനെയാണ്, ഓരോ കാലാവസ്ഥ അനുസരിച്ച് കൾട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ പണ്ട് കാലത്തുള്ള ആളുകൾക്ക് അറിവുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് ഓരോ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അത് ചില ടെക്സ്റ്റ് ബുക്കുകളിലും കൊടുത്തിട്ടുണ്ട്. എക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് വേദിക് പീരീഡിലുള്ള വേദാസ്, ഉപനിഷത്ത്, ആര്യങ്കാസ്, ബ്രഹ്മനാസ്, സംഹിതാസ്. പിന്നെ നമ്മുടെ മെഡിസിനെ കുറിച്ചും നമ്മുടെ പഴയ കാലത്തുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. മെഡിസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ശാർക്കര സംഹിത. സർജിക്കലായിട്ടുള്ള ടെക്സ്റ്റാണ് സുശ്രുത സംഹിത. ഈ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ മൃഗങ്ങളെക്കുറിച്ചുള്ള ക്ലാസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഹാബിറ്റാറ്റും വേർതിരിച്ച്, പിന്നെ ഓരോ മണ്ണിൻ്റെയും നേച്ചറിൻ്റെയൊക്കെ ഡിഫറൻസും, പിന്നെ അതിൻ്റെ ക്ലൈമറ്റ് തമ്മിലുള്ള ചേഞ്ചസ് എങ്ങനെയാണ്, വെജിറ്റേഷൻസ് എങ്ങനെയാണ് നടത്തുന്നത്, പ്ലാന്റിലുള്ള ഓരോ ഡിസ്ക്രിപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ചാരക്ക സംഹിത എന്ന് പറഞ്ഞ ബുക്കിനകത്ത് നമ്മുടെ എയറിനെ കുറിച്ചും ലാൻഡിനെ കുറിച്ചും വാട്ടറിനെ കുറിച്ചും സീസണിനെ കുറിച്ചും എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ബന്ധപ്പെട്ടിരിക്കുന്നത്, എങ്ങനെയാണ് വായു മലിനീകരണം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുമ്പോഴോ ലാൻഡ് പൊല്യൂഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് തന്നെ അത് ആപത്താണെന്നുള്ളത് നമ്മുടെ ചരിത്രകാരന്മാർ തന്നെ ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലാന്റിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചും സെപ്പറേറ്റ് ആയിട്ടുള്ള എക്കോളജിയും ഈ ബുക്കുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്കോളജിയുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് നമ്മുടെ പൂർവികർക്ക് നമ്മുടെ എക്കോളജിയെക്കുറിച്ച് എന്തുമാത്രം അറിവുണ്ടായിരുന്നു എന്ന്. അവരെല്ലാം ഓരോ ടെക്സ്റ്റ് ബുക്കുകളാക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്ക് ഈ ഹിസ്റ്ററിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എൻവയോൺമെൻറ്റ്. ഒരു ജീവജാലത്തിന് ചുറ്റുമുള്ള നോൺ ലിവിങ് ആയിട്ടുള്ളതും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള എന്തൊക്കെ ഇവൻറ്റ്സ് നടക്കുന്നു അതിൻ്റെ ചുറ്റുപാടിനെയാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റിൻ്റെ സയൻറ്റിഫിക് ഡെഫിനിഷനാണ് ദ സം ടോട്ടൽ ഓഫ് ലിവിങ്, നോൺ ലിവിങ് കമ്പോണൻറ്റ്സ്, ഇൻഫ്ലുവൻസസ് ആൻഡ് ഇവൻറ്റ്സ് സറൗണ്ടിങ് ആൻഡ് ഓർഗാനിസംസ്. വൈറസ് തൊട്ട് മനുഷ്യർ വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധമുണ്ട്. അതിപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലായാലും എനർജിയുടെ കാര്യത്തിലായാലും വാട്ടർ, ഓക്സിജൻ, ഷെൽട്ടർ ആൻഡ് ഫോർ അതർ നീഡ്സ്. നമ്മുടെ എല്ലാ ജീവജാലങ്ങളും എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എക്സാമ്പിളായിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഫുഡ് ചെയിനും ഫുഡ് വെബൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നതാണ് എങ്ങനെയാണ് ഓരോ ജീവജാലങ്ങളും പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന്. ഒരു എൻവയോൺമെൻറ്റിൽ ബയോട്ടിക്കും അബയോട്ടിക്കുമായിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. അതായത് ലിവിങ് ആയിട്ടുള്ള നോൺ ലിവിങ്, എല്ലാവർക്കും അത് അറിയാവുന്നതാണല്ലോ. പിന്നെ മറ്റൊന്ന് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നോൺ സ്റ്റാറ്റിക് ആണ്. അതായത് അതിൽ ബയോട്ടിക്കുമായിട്ടുള്ള അബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ട്. അതൊരിക്കലും എൻവയോൺമെൻറ്റ് ഒരിക്കലും ഒരു സെയിം രീതിയിൽ നിൽക്കത്തില്ല. അതിന് ഓരോ കാലാവസ്ഥയും വന്ന് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും.
കമ്പോണൻസ് ഓഫ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ അബയോട്ടിക് ബയോട്ടിക് ഫാക്ടേഴ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫിഷിൻ്റെ എൻവയോൺമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെ ഉണ്ടാവും? അതിൽ അബയോട്ടിക് കമ്പോണൻസ് ആയിട്ട് ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, ന്യൂട്രിയൻസ്, ഓക്സിജൻ, അതർ ഗ്യാസസ്, ഓർഗാനിക് മാറ്റേഴ്സ് ഇതെല്ലാം വെള്ളത്തിൽ ഡിസോൾവ്ഡ് ആയിരിക്കും. ബയോട്ടിക് ആയിട്ടുള്ളത് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ്, അതായത് പ്ലാങ്ക്ടൺ ആയിരിക്കും, ആസ് വെൽ ആസ് അക്വാറ്റിക് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഡീകമ്പോസേഴ്സ്. ഇത്രയായിരിക്കും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഒരു ഫിഷിൻ്റെ എന്ന് പറയുന്നത്. ഇനി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഔട്ടർ ബോഡി സർഫസ് എന്ന് പറയുന്നത് എൻക്ലോസ്ഡ് ആയിരിക്കും. അതായത് ഇത് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിരിക്കും ആസ് കമ്പയർഡ് ടു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഒരു എക്സാമ്പിൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറൈൻ ഫിഷിന് ഫ്രഷ് വാട്ടർ എൻവയോൺമെൻറ്റ് പറ്റത്തില്ല എന്നുള്ളത്. നമ്മുടെ കടലിൽ കിടക്കുന്ന മീനിനെ നമ്മുടെ ശുദ്ധമായ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ടാൽ ആ മീനുകൾ ചത്തുപോകുമല്ലോ. ഇതൊക്കെ ഫിഷിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻ്റ് ആണ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് വെള്ളത്തിനകത്തുള്ളതും ഇൻറ്റേർണൽ എന്ന് പറയുന്നത് വെള്ളത്തിന് പുറത്തുള്ള എൻവയോൺമെൻറ്റും. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഇൻറ്റേർണലിനെക്കാട്ടിയും സ്റ്റേബിൾ ആയിരിക്കും. അതായത് പുറത്ത് എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായാലും വെള്ളത്തിനകത്ത് വലിയ വ്യത്യാസം വരും, എന്നാലും ഒരുപാട് വ്യത്യാസം വരത്തില്ല. ഇപ്പം കടലിൽ കിടക്കുന്ന ശുദ്ധമായ വെള്ളത്തിൽ മാറ്റുമ്പോൾ മാത്രമേ ഒരു ഫിഷിൻ്റെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആവുകയുള്ളൂ. എൻവയോൺമെൻറ്റ് ചേഞ്ച് ആകുമ്പോഴത്തേക്കും അതിന് ജീവിക്കാനും പറ്റില്ല, അത് മരിച്ചു പോവുകയും ചെയ്യും. ഇതാണ് ഒരു ഫിഷിൻ്റെ എൻവയോൺമെൻറ്റ്. ഇതേപോലെ ഓരോ ജീവജാലങ്ങൾക്കും എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും എൻവയോൺമെൻറ്റ് ഉണ്ട്. അടുത്ത ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് ഓർഗാനിസേഷൻ ഇൻ എക്കോളജി. എക്കോളജിക്കൽ ഓർഗാനിസേഷനിൽ മെയിനായിട്ട് 6 സ്റ്റേജസ് ആണുള്ളത്. ഇൻഡിവിജ്വൽ, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, എക്കോസിസ്റ്റം, ബയോം, ബയോസ്ഫിയർ. ഓരോ സ്റ്റേജസിനെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരൊറ്റ ഓർഗാനിസം ആയിരിക്കും, സിംഗിൾ ആയിട്ടുള്ള ഓർഗാനിസം ആയിരിക്കും. അത് ഫങ്ഷൻ ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിളായിട്ട് പ്ലാന്റ് ആവാം, ആനിമൽ ആവാം, ബാക്ടീരിയം ആകാം, ഫംഗസ് ആകാം. അതിന് ബോഡി എന്ന് പറയുന്നത് ഓർഗൻസ് ആകാം, ഓർഗനൽസ് ആയിരിക്കാം, മറ്റെന്ത് പാർട്ട് വേണമെങ്കിലും ആകാം. അത് വെച്ചാണ് അതിൻ്റെ ലൈഫിൽ വേരിയസ് ആയിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നത്. അടുത്തതാണ് പോപ്പുലേഷൻ എന്ന് പറയുന്ന സ്റ്റേജ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, യൂഷ്വലി ഓഫ് സെയിം സ്പീഷീസ്, ഒരേ സ്പീഷീസിലുള്ള ഒരു കൂട്ടം ഓർഗാനിസത്തിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഡിഫൈൻഡ് ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം. അതായത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരേ സ്പീഷീസിലുള്ള കുറച്ച് ജീവജാലങ്ങൾ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക ഏരിയയിൽ കൂട്ടമായിട്ടുള്ളതിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2 വ്യത്യസ്തമായ സമയങ്ങളിലുള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, എത്ര ഇൻഡിവിജ്വൽസ് ആണ് പോപ്പുലേഷനിലുള്ളത് 2 വ്യത്യസ്തമായ സമയങ്ങളിലുള്ളത്, അതിൻ്റെ രണ്ടിൻ്റെയും വേരിയേഷനിലുള്ള പെർസെൻറ്റേജ് ആണ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് പോസിറ്റീവ് ആകാം, നെഗറ്റീവും ആകാം. പോപ്പുലേഷൻ ഗ്രോത്ത് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മെയിൻ ഫാക്ടേഴ്സാണ് ഒന്ന് ബർത്തും മറ്റൊന്ന് ഇമിഗ്രേഷനും. പോപ്പുലേഷൻ ഗ്രോത്ത് ഡിക്രീസ് ആവാനുള്ള 2 ഫാക്ടേഴ്സാണ് ഡെത്തും എമിഗ്രേഷനും. പോപ്പുലേഷൻ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ലിമിറ്റിംഗ് ഫാക്ടേഴ്സാണ് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് കമ്പോണൻസ്, അതായത് ലിവിങ് ഓർ നോൺ ലിവിങ് കമ്പോണൻസ്. നേരത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഒരു 2 ഡിഫറെൻറ്റ് ടൈംസിലുള്ള നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞല്ലോ. അടുത്തത് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ ആൻഡ് ഏരിയ ദേ ഒക്കുപ്പൈ. ഒരു പോപ്പുലേഷനിലുള്ള ഇൻഡിവിജ്വൽസും അത് എത്ര ഏരിയയിൽ ഉണ്ടെന്നുള്ളത്, എത്ര ഏരിയയിലാണ് ഇത് വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് കമ്മ്യൂണിറ്റി. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഓർഗാനിസം ആണെന്ന് പറഞ്ഞല്ലോ. പോപ്പുലേഷൻ എന്ന് പറയുന്നത് സെയിം സ്പീഷീസിലുള്ള ഒരു ഗ്രൂപ്പിലുള്ള ഓർഗാനിസം ആയിരിക്കും. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വലും കാണും, അതിനകത്ത് പോപ്പുലേഷനും കാണും. അതായത് ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു സ്പീഷീസിലുള്ള ഇൻഡിവിജ്വലുമായിട്ട് ഇൻട്രാക്ട് ചെയ്തായിരിക്കും അതിൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എക്സാമ്പിളായിട്ട്
ആനിമൽസിനെയും പ്ലാന്റ്സിനെയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ആയിരിക്കും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആനിമൽസിനും ഹ്യൂമൻസിനും ഒക്കെ ഫുഡ് വെബിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം പ്ലാന്റ്സ് ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഹെർബിവോറസ്, അതായത് പച്ച ഇലകൾ മാത്രം കഴിക്കുന്ന മൃഗങ്ങൾ ഇലകൾ തിന്നായിരിക്കും ജീവിക്കുന്നത്. അതേപോലെ പ്ലാന്റുകൾ തമ്മിൽ പോളിനേഷനോ അല്ലെങ്കിൽ സീഡ് ട്രാൻസ്ഫോർമേഷനോ ഒക്കെ നടക്കുന്നത് ആനിമൽസിൻ്റെയും ഇൻസെക്ട്സിൻ്റെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. പ്ലാന്റ്സിനൊക്കെ ബാക്ടീരിയയുടെ പ്രസൻസിൽ കൊണ്ടാണ് ന്യൂട്രിയൻസൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് പ്ലാന്റ്സും ആനിമൽസും എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഫിക്സഡും അല്ല റിജിഡും അല്ല. കാരണം ചില കമ്മ്യൂണിറ്റീസ് ലാർജ് ആയിരിക്കും, ചിലത് സ്മോൾ ആയിരിക്കും. അത് ഓരോ എൻവയോൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഓർഗാനിസത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനെ ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി. ഇനി ടൈപ്സ് ഓഫ് കമ്മ്യൂണിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കമ്മ്യൂണിറ്റി 2 ടൈപ്പാണുള്ളത്: മേജർ കമ്മ്യൂണിറ്റിയും മൈനർ കമ്മ്യൂണിറ്റിയും. അടുത്ത മേജർ കമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം. മേജർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സൈസിൽ ലാർജ് ആയിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, കമ്മ്യൂണിറ്റി ഫിക്സ്ഡ് അല്ല, റിജിഡാണ്, ഫിക്സ്ഡ് അല്ല. അതായത് അത് ലാർജും ആയിരിക്കും സ്മോളും ആയിരിക്കും. മേജർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലാർജ് സൈസ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഇൻ ദ നോർത്ത് ഈസ്റ്റ്. അതായത് അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സൺ എനർജി ആയിരിക്കും. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. മേജർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. നെയ്ബറിങ് കമ്മ്യൂണിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. മൈനർ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അത് നെയ്ബറിങ് കമ്മ്യൂണിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് അതിനൊരു സൊസൈറ്റി എന്ന് പറയാം മൈനർ കമ്മ്യൂണിറ്റീസിനെ. മേജർ കമ്മ്യൂണിറ്റിയിലുള്ളൊരു സെക്കൻഡറി അഗ്രിഗേഷൻ ആയിരിക്കും ഈ മൈനർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതായത് അത് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് അല്ല, അത് മറ്റൊരു കമ്മ്യൂണിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. എനർജിയുടെ ആയാലും ഡൈനാമിക് ഫ്ലോയുടെ ആയാലും എല്ലാത്തിനും മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് മൈനർ കമ്മ്യൂണിറ്റി. എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എമാറ്റ് ഓഫ് ലിച്ചനോണെ കൗഡക് പാഡ്, നമ്മുടെ കൗഡക് പാഡിലുള്ള ലിച്ചനിൻ്റെയൊക്കെ പ്രസൻസ്, അത് ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നല്ലോ അതിൻ്റെ കമ്മ്യൂണിറ്റി ജീവിക്കുന്നത്. അതാണ് മൈനർ കമ്മ്യൂണിറ്റി. അടുത്തത് സ്ട്രക്ചർ ഓഫ് എ കമ്മ്യൂണിറ്റി. സ്ട്രക്ചർ ഓഫ് കമ്മ്യൂണിറ്റിയിൽ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്പർ ഓഫ് സ്പീഷീസും അല്ലെങ്കിൽ അതിൻ്റെ സൈസും പോപ്പുലേഷൻ്റെ സൈസൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിൻ്റെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിനകത്തുള്ള സ്പീഷീസിൻ്റെ ഡെത്തും ബ്രെത്തും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു സ്പീഷീസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരുപാട് സ്പീഷീസ് കാണും. ഈ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സായി കമ്മ്യൂണിറ്റിയെ ക്യാരക്ടറൈസ്ഡ് ചെയ്യുന്നത് അതിലെ മെമ്പേഴ്സിൻ്റെ ഓർഗനൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ അതിലുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ കമ്മ്യൂണിറ്റിയിലുള്ള ക്യാരക്ടേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് റോൾ ചെയ്യുന്നത് പോപ്പുലേഷൻ ആയിരിക്കും. അത് ഏത് ടൈപ്പിലുള്ള ഏരിയയിലായിരിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ഉള്ള സ്പീഷീസൊക്കെ ജീവിക്കുന്നത്, അതിലുള്ള റേഞ്ച് എങ്ങനെയാണ്, എത്ര ഡൈവേഴ്സിറ്റി ഓഫ് സ്പീഷീസാണ് കമ്മ്യൂണിറ്റിയിലുള്ളത്, അതിൽ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഈ കമ്മ്യൂണിറ്റിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അടുത്തതാണ് എക്കോസിസ്റ്റം. 4ാമത്തെ സ്റ്റേജാണ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്കോസിസ്റ്റമാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ബയോസ്ഫിയർ. ഒരു ബയോസ്ഫിയറിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചറലും ഫങ്ഷണലും യൂണിറ്റാണ് എക്കോസിസ്റ്റം. അതായത് ഈ എക്കോസിസ്റ്റത്തിനകത്ത് ലിവിങ് ബീയിങ്സും അതിനകത്തുള്ള അത് ജീവിക്കുന്ന ഫിസിക്കൽ എൻവയോൺമെൻറ്റും ഓരോ സ്പീഷീസ് തമ്മിലുള്ള ഇൻട്രാക്ഷനും അതിലെങ്ങനെയാണ് ഓരോ മെറ്റീരിയൽസും എക്സ്ചേഞ്ച് ചെയ്യുന്നതും എല്ലാം കൂടി ചേരുന്നതാണ് ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് പ്ലാന്റ്സും ട്രീസും ആനിമൽസ്, ഫിഷസ്, ബേർഡ്സ്, മൈക്രോ ഓർഗാനിസംസ്, വാട്ടർ, സോയിൽ, ഹ്യൂമൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഈ എക്കോസിസ്റ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് വലുതായിരിക്കും ആസ് എലമെൻറ്റ്സ്. പക്ഷേ ഓരോന്നും നേച്ചറിൻ്റെ ഫങ്ഷനിങ് യൂണിറ്റ് ആയിരിക്കും. ഈ എക്കോസിസ്റ്റത്തിനകത്ത് എല്ലാ സ്പീഷീസും, ഒരുപാട് സ്പീഷീസ് കാണും. ഈ ഓരോ സ്പീഷീസും പരസ്പരം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇതിൽ ഓരോ എലമെൻറ്റ്സും എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എക്കോസിസ്റ്റത്തിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഡാമേജോ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ ഉണ്ടായാൽ അത് അതിനകത്തുള്ള എല്ലാ കമ്മ്യൂണിറ്റിയെയും അതിൻ്റെ എൻവയോൺമെൻറ്റിനെയും സ്പീഷീസിനെയും അതിൻ്റെ ഇമ്പാക്റ്റുകൾ അതിനെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും.
സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിരുന്നാൽ അതിനർത്ഥം അതിനകത്തുള്ള എല്ലാ എലമെൻസും അതിനകത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഹെൽത്തി ആയിരിക്കും, അതിൻ്റെ ഉള്ള എല്ലാ ലൈഫും ബാലൻസ്ഡ് ആയിരിക്കും, ഒരു പ്രോബ്ലവും ഇല്ല, അതിൻ്റെ അകത്ത് റീപ്രൊഡക്ഷനും എല്ലാം കേപ്പബിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും നടക്കുന്നതെന്നാണ് ഒരു എക്കോസിസ്റ്റം ഹെൽത്തി എക്കോസിസ്റ്റം ആയാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഈ എക്കോസിസ്റ്റം സ്മോൾ ആണെങ്കിൽ അത് സിംഗിൾ ട്രീ പോലെ ആയിരിക്കും, ലാർജ് ആണെങ്കിൽ ഒരു എൻറ്റയർ ഫോറസ്റ്റ് പോലെ ആയിരിക്കും. അതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടും ഇരിക്കും. എന്ത് പ്രശ്നമുണ്ടായി, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ടായാൽ അത് എല്ലാത്തിനെയും ബാധിക്കില്ലേ, അതേപോലെ എക്കോസിസ്റ്റം ഹെൽത്തി ആയിരുന്നാലും അത് എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കും. ഇനി കമ്പോണൻസ് ഓഫ് എക്കോസിസ്റ്റംസ്. ഒരു എക്കോസിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിൽ കമ്പോണൻസ് ഉള്ളത് അബയോട്ടിക് കമ്പോണൻസും ബയോട്ടിക് കമ്പോണൻസും, അതായത് നോൺ ലിവിങ് ബീൻസും ലിവിങ് ബീൻസും അതാണ് പറയുന്നത്. ഈ എബയോട്ടിക് കമ്പോണൻസിലും സെപ്പറേറ്റ് സബ് ടോപ്പിക്കുകളുണ്ട് നോക്കാനായിട്ട്. എബയോട്ടിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇൻഓർഗാനിക് ആയിട്ടുള്ള നോൺ ലിവിങ് പാർട്സ് ആണ് എബയോട്ടിക് കമ്പോണൻസ്. ഇതിന് എക്സാമ്പിളാണ് സോയിൽ, വാട്ടർ, എയർ, ലൈറ്റ് എനർജി, കെമിക്കൽസ് ലൈക്ക് ഓക്സിജൻ, നൈട്രജൻ, physical process including volcanoes, earthquakes, flood, forest fires, climate, weather conditions. ഇനി കുറച്ച് എബയോട്ടിക് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. ഈ എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പരസ്പരം ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റിൽ ഒരു ഓർഗാനിസവും നല്ലപോലെ ജീവിക്കാനായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും കൊടുക്കുന്നു. അതായത് ചില ജീവികൾക്ക് ഒരു സിംഗിൾ ഫാക്ടർ ഒരു ലിമിറ്റ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചായിരിക്കും ഓരോ ഫാക്ടേഴ്സും ഓരോ ഓർഗാനിസത്തിന് കിട്ടുന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള എബയോട്ടിക് ഫാക്ടേഴ്സാണ് എനർജി, റെയിൻഫോൾ, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ, സബ്സ്ട്രാക്റ്റം, മെറ്റീരിയൽസ്, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്. ഓരോ ഫാക്ടേഴ്സിനെയും പറ്റി നോക്കാം. ആദ്യത്തത് എനർജി. എനർജി എന്ന് പറയുന്നത് നമുക്ക് ഒന്നും ഡയറക്റ്റായിട്ട് സണ്ണിൽ നിന്നും എനർജി കിട്ടുന്നില്ല, സോളാർ എനർജി. അത് പ്ലാന്റ്സിൽ നിന്നാണ് ആനിമൽസിനും ഹ്യൂമൻസിനും ഒക്കെ കിട്ടുന്നത്. സൂര്യനിൽ നിന്നും ഡയറക്റ്റായിട്ട് എനർജി ചെടികൾക്ക് സപ്ലൈ ചെയ്യുന്നു. ഈ ചെടികൾ കഴിക്കുന്നതിലൂടെ ആനിമൽസിനും ബേഡ്സിനും ഹ്യൂമൻസിനും ഒക്കെ ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണ് എനർജി ഒരു ഓർഗാനിസത്തിൽ നിന്നും മറ്റൊരു ഓർഗാനിസത്തിലോട്ട് ട്രാൻസ്ഫർ ആവുന്നത്. രണ്ടാമത്തെ ഫാക്ടറാണ് റെയിൻഫോൾ. വെള്ളം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും അത്യാവശ്യ ഘടകമാണ്. ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതും ഇതേപോലെ ലിക്വിഡായിട്ടുള്ള മീഡിയത്തിൽ കൂടെയായിരിക്കും. നമ്മുടെ എല്ലാം ശരീരത്തിൻ്റെ താപനില റെഗുലേറ്റ് ചെയ്യുന്നതും വെള്ളത്തിൻ്റെ സഹായത്താലാണ്. വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അക്വാറ്റിക് പ്ലാന്റ്സും ആനിമൽസും എല്ലാം അതിൻ്റെ ഹാബിറ്റാറ്റൊക്കെ ഫോം ചെയ്യുന്നത്. ഇങ്ങനെയാണ് റെയിൻഫോൾ ഉപയോഗിച്ച് ഓരോ ലിവിങ് ബീയിങ്സും. റെയിൻഫോൾ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ അബയോട്ടിക് ഫാക്ടറാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുന്നതും എല്ലാ ഓർഗാനിസത്തിനും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഫാക്ടറാണ്. ഇതിനെന്ന് പറയുന്നത് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഓരോ കാലാവസ്ഥ അനുസരിച്ച് ഓരോ റേഞ്ചിലും ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ കുറച്ച് ടെമ്പറേച്ചർ മതി, ചിലയിടത്ത് ഒട്ടും വേണ്ട, ചിലയിടത്ത് ഒരുപാട് ടെമ്പറേച്ചർ ഉണ്ട്. അതനുസരിച്ചായിരിക്കും ആ എൻവയോൺമെൻറ്റുമായിട്ട് ഇണങ്ങിച്ചേർന്നായിരിക്കും ഓരോ ജീവജാലങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ ഫാക്ടറാണ് ഒരു എൻവയോൺമെൻറ്റിൽ. അതെല്ലാ ഓർഗാനിസത്തിനും സർവൈവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അടുത്ത നാലാമത്തെ ഘടകമാണ് അറ്റ്മോസ്ഫിയർ. ഒരു എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ആ ബയോസ്ഫിയറിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള നല്ല ഹെൽത്തി ബയോസ്ഫിയറിന് ആവശ്യമായിട്ട് അതിൻ്റെ കണ്ടീഷൻ സ്യൂട്ടബിൾ ചെയ്യുന്നതാണ് ഒരു എർത്ത് അറ്റ്മോസ്ഫിയറിൽ ചെയ്യുന്നത്. ഏത് പ്ലാനറ്റാണോ ആ പ്ലാനറ്റിൽ എങ്ങനെയാണ് ഹെൽത്തി ബയോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നതെന്നൊരു എർത്ത് അറ്റ്മോസ്ഫിയറിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ക്രിയേറ്റിംഗ് കണ്ടീഷൻസ്, അത് എവിടുത്തെ എങ്ങനെയാണ് കണ്ടീഷൻസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ രീതിയിൽ ബയോസ്ഫിയറിൽ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അഞ്ചാമത്തെ ഘടകമാണ് സബ്സ്ട്രാക്റ്റം. നമ്മുടെ ലാൻഡ് എന്ന് പറയുന്നത് മണ്ണ് കൊണ്ട് മൂടപ്പെട്ട് ഇരിക്കുന്നതാണ് ലാൻഡ്.
ഈ ലാൻഡിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മൈക്രോബ്സ് ഉണ്ട്, പ്രോട്ടോസോ ഉണ്ട്, ഫഞ്ചൈ ഉണ്ട്, ഇൻവെർട്ടിബ്രേറ്റ്സ് ഉണ്ട്. ഈ ചെടികളുടെയൊക്കെ റൂട്ടുകൾ മണ്ണിലല്ലേ ആഴ്ന്നിരുന്ന് അതിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ന്യൂട്രിയൻസും എല്ലാം അബ്സോർബ് ചെയ്യുകയും അതിൽ വളരാൻ വേണ്ടിയിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്നതും മണ്ണിലാണ്. ഓർഗാനിസം എന്ന് പറയുന്നത് ടെറസ്ട്രിയലും ഉണ്ട്, അക്വാറ്റിക്കും ഉണ്ട്. വെള്ളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് കരയിൽ ജീവിക്കുന്നതുകൊണ്ട്. വെള്ളത്തിൽ ജീവിക്കുന്നതെല്ലാം ലാൻഡിലും കരയിൽ ജീവിക്കുന്നതെല്ലാം ലാൻഡിലും, വെള്ളത്തിൽ ജീവിക്കുന്ന പ്ലാന്റ്സും ആനിമൽസും മൈക്രോബ്സും ഒക്കെ ഫ്രഷ് വാട്ടറിലും ഉണ്ട്, അല്ലാതെ മറൈൻ വാട്ടേഴ്സിലൊക്കെ ഉണ്ട്. ചില മൈക്രോബ്സ് ഹോട്ട് വാട്ടറിൽ ചൂട് വെള്ളത്തിൽ ജീവിക്കുന്ന മൈക്രോബ്സും ഉണ്ട്. ഇത് കടലിലെ ഏറ്റവും അടിയിൽ മാത്രം ജീവിക്കുന്ന ജീവജാലങ്ങളും ഉണ്ട്. ഇതാണ് സബ്സ്ട്രാക്റ്റും ഫാക്ടറിൽ പറയുന്നത്. അടുത്ത ഫാക്ടറാണ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിനകത്ത് പറയുന്നത് ഓർഗാനിക് കമ്പോണൻസ് ആയിട്ടുള്ള പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ഹ്യൂമൻ സബ്സ്റ്റൻസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഇൻഓർഗാനിക് കമ്പോണൻസിലാണ്. ഈ ഓരോ ജീവങ്ങളൊക്കെ അഴുകി വരുമല്ലോ, അഴുകി വരുമ്പോഴത്തേക്കാണ് ആ ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ ഇൻഓർഗാനിക് കമ്പോണൻസ് നിന്നും ഓർഗാനിക് കമ്പോണൻസ് ഉണ്ടാകുന്നു. ഈ ഇൻഓർഗാനിക് കമ്പോണൻസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, സൾഫർ, നൈട്രേറ്റ്സ്, ഫോസ്ഫേറ്റ്സ്, അയൺ, ഇതൊക്കെയാണ് ഓരോ ജീവജാലങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ള സർവൈവലിന് ആവശ്യമായിട്ടുള്ള ഇൻഓർഗാനിക് കമ്പോണൻസ്. ഇതിൽ മറ്റൊന്നും പറയുന്നില്ല. ഇൻഓർഗാനിക് കമ്പോണൻസിൽ നിന്നും ഓർഗാനിക് കമ്പോണൻസ് ഉണ്ടാകുന്നു. ഓരോ ഇൻഓർഗാനിക് കമ്പോണൻസും ഓരോ ജീവജാലങ്ങളുടെ സർവൈവലിന് ആവശ്യമായിട്ടുള്ളതാണ്. ഇനി ലാസ്റ്റ് കമ്പോണൻ്റ് ആണ് അബയോട്ടിക് കമ്പോണൻസിലെ ലാസ്റ്റ് ഫാക്ടറാണ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ് ഓൾട്ടിറ്റ്യൂഡും ഓരോ ട്രോപ്പിക്കൽ കണ്ടീഷൻസിലും ക്ലൈമറ്റ് ചേഞ്ചസിലും ഓരോ ജീവജാലങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇതിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ, ഒരു ഏരിയയിലെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ചില ഏരിയയിൽ പോളാർ ഏരിയയിൽ തണുപ്പായിരിക്കും, ട്രോപ്പിക്കൽ ഏരിയയിൽ മീഡിയം ടെമ്പറേറ്റ് ഏരിയ ഹൈ ആയിരിക്കും. ഇതേപോലെ ഓരോ ഏരിയയിലെ ടെമ്പറേച്ചറിന് സ്ട്രോങ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ലാറ്റിറ്റ്യൂഡ്. അതായത് ഇത് ഓരോ രീതിയിൽ ഓരോ നേച്ചറിന് ആവശ്യമായിട്ടുള്ള ബയോംസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. പോളാർ റീജിയനിലെ ബയോസ്ഫിയർ ആയിരിക്കത്തില്ല, ട്രോപ്പിക്കലിൽ അതേപോലെ ആയിരിക്കത്തില്ല ടെമ്പറേറ്റ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സീ ലെവലിൽ നിന്നും കടലിൻ്റെ ലെവലിൽ നിന്നും ഒരു ഹൈ പീക്കിലേക്ക് പോകുമ്പോഴത്തേക്കും ഓരോ വൈൽഡ് ലൈഫിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഓൾട്ടിറ്റ്യൂഡാണ്. എക്സാമ്പിളായിട്ട് എയർ മുകളിലേക്ക് പോകും തോറും തണുക്കുകയും ചെയ്യും, അത് നല്ല ഡ്രയർ ആയിരിക്കുകയും ചെയ്യും. ഇതോരോ വൈൽഡ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇത്രയാണ് അബയോട്ടിക് കമ്പോണൻസിലെ അബയോട്ടിക് ഫാക്ടേഴ്സ്: എനർജി, റെയിൻഫോൾ, ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയർ, സബ്സ്ട്രാക്റ്റോ, മെറ്റീരിയൽസ്, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾട്ടിറ്റ്യൂഡ്. അടുത്ത കമ്പോണൻ്റാണ് ബയോട്ടിക് കമ്പോണൻറ്റ്. ബയോട്ടിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസംസ്, ജീവിക്കുന്ന ഓർഗാനിസം. അതൊക്കെയാണ് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോബ്സ് ഒക്കെയാണ് ബയോട്ടിക് കമ്പോണൻസ്. ഇതെന്ന് പറയുന്നത് ഫങ്ഷൻ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സായിട്ടും കൺസ്യൂമേഴ്സുമായിട്ടായിരിക്കും ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഒക്കെ പ്രൊഡ്യൂസേഴ്സും ആനിമൽസ് ഒക്കെ കൺസ്യൂമേഴ്സും ആയിരിക്കും. ഇതിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഓട്ടോട്രോപ്സ് ആയിരിക്കും. അതായത് സെൽഫ് നറിഷിങ്, സ്വന്തമായിട്ട് ജീവിക്കുന്ന, മറ്റൊന്നിൻ്റെ സഹായമില്ലാതെ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനെ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് മെയിൻലി ഉള്ളതാണ് ഗ്രീൻ പ്ലാന്റ്സ്. ചെടികൾക്ക് മറ്റ് മൃഗങ്ങളുടെയൊക്കെ ആവശ്യം ഉണ്ട്, എന്നാൽ കൂടിയും അതിൻ്റെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ സ്വന്തമായിട്ടാണ് അത് നടത്തുന്നത്, മറ്റൊന്നിൻ്റെ പ്രസൻസിൽ തന്നെ. പക്ഷേ ഇതെന്ന് പറയുന്ന ഈ ചെടികൾ എന്ന് പറയുന്നത് മറ്റ് മൃഗങ്ങൾക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി മറ്റൊന്ന്, ചില ബാക്ടീരിയയും ആൽഗയും പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആവാറുണ്ട്. ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറയുന്നത് സിന്തസിസ് കാർബോഹൈഡ്രേറ്റ്, സിമ്പിൾ ഇൻഓർഗാനിക് ആയിട്ടുള്ള റോ മെറ്റീരിയൽസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ ഉപയോഗിച്ച് സൺലൈറ്റിൻ്റെ പ്രസൻസിലായിരിക്കും ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് എല്ലാവർക്കും അറിയാമല്ലോ. ഇതേപോലെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നു. ഈ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴാണ് ഓക്സിജനും കാർബോഹൈഡ്രേറ്റും ചെടികളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഇൻഡയറക്റ്റായിട്ട് ബാക്കിയുള്ള ഓരോ പ്രൊഡ്യൂസേഴ്സിന് ഉപകാരപ്രദമാകുന്നു. എക്സാമ്പിളായിട്ട്
ഒരു ചെടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴിയൊക്കെ കൊത്തി കഴിക്കുകയോ ആട് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ചെടികളിൽ നിന്നുമുള്ള എനർജി അതിന് കിട്ടുന്നു. അത് മറ്റൊരു മൃഗം കഴിക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും അടുത്തതിലോട്ട് ട്രാൻസ്ഫർ ആവുന്നു. ഇങ്ങനെ എനർജി ട്രാൻസ്ഫർ ആകുന്നതിൻ്റെ പ്രൈമറി പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഗ്രീൻ പ്ലാന്റ്സിനെ ഓട്ടോട്രോപ്സ്, സെൽഫ് നറിഷിംഗ് എന്ന് പറയുന്നത്. ഇനി ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ ബേസിക്കലി ഹെർബേഷ്യസും വുഡി പ്ലാന്റ്സുമാണ് പ്രൊഡ്യൂസേഴ്സ്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനകത്ത് ചില സ്പീഷീസ് ഓഫ് മൈക്രോസ്കോപ്പിക് ആൽഗെ ആയിരിക്കും പ്രൊഡ്യൂസേഴ്സായിട്ട്. അടുത്തതാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഹെറ്ററോട്രോപ്സ് ഓർ ഫാഗോട്രോപ്സ്, അതോ നറിഷിംഗ്. അതായത് ഇത് സെൽഫ് നറിഷിംഗ് ആണ്. സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്ത് കഴിക്കത്തില്ല, ഫോട്ടോസിന്തസിസ് ഒന്നും ഇല്ല. അതിനെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്ന് ഇൻകേപ്പബിൾ ആയിരിക്കും പ്രൊഡ്യൂസിങ് ഓഫ് ദെയർ ഓൺ ഫുഡ്. സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യാൻ കഴിയില്ല. എക്സാമ്പിളായിട്ട് ഗോട്ട് ഓർ കൗ, ഹെൻ എക്സെട്ര. ഇതൊക്കെ പ്ലാന്റ് കഴിച്ചല്ലേ ജീവിക്കുന്നത്. അതിനെയൊക്കെയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഓർഗാനിക് ഫുഡ് ഫ്രം ആനിമൽസ് ഓർ പ്ലാന്റ്സ്. ഇപ്പോൾ ആടിനെ തന്നെ മറ്റ് സിംഹം എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്കും അത് കൺസ്യൂമറായിട്ട് മാറും, ഹെറ്ററോട്രോപ്സ് ആയിട്ട് മാറും. ഇങ്ങനെ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എനർജി ട്രാൻസ്ഫർ ആവുന്നു. പ്രൈമറി പ്രൊഡ്യൂസറാണ് ഗ്രീൻ പ്ലാന്റ്സ്, സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സാണ് കൺസ്യൂമേഴ്സ്, ഹെറ്ററോട്രോപ്സ്. ഇതെന്ന് പറയുന്നത് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യില്ല, മറ്റൊന്നിനെ കഴിച്ചാണ് ഇത് ജീവിക്കുന്നത്. ഇതെന്ന് പറയുന്ന മെയിനായിട്ട് 2 തരത്തിലുണ്ട്: മാക്രോ കൺസ്യൂമർ, മൈക്രോ കൺസ്യൂമേഴ്സ്. ഇനി മാക്രോ കൺസ്യൂമർ എന്ന് വെച്ചാൽ ഇവയെന്ന് പറയുന്നത് ചെടികൾ കഴിക്കുന്നതായിരിക്കും, ചിലപ്പോൾ അനിമൽസിന് മാത്രം കഴിക്കുന്നതായിരിക്കും, ചിലപ്പോൾ രണ്ടും കഴിക്കുന്നതായിരിക്കും. അത് ഓരോന്നിൻ്റെ ഫുഡ് സോഴ്സ് അനുസരിച്ചായിരിക്കും കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹെർബിവോറസിൻ്റെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് കൗവും റാബിറ്റൊക്കെ ആയിരിക്കും, കാരണം ഇതൊക്കെ ഇലകൾ കഴിക്കുന്നതായിരിക്കും. കൺസ്യൂമേഴ്സിൽ തന്നെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സിനെ കഴിക്കുന്നതായിരിക്കും. എക്സാമ്പിളായിട്ട് ലയൺ, വോൾവൊക്കെ കൗവിനെയും റാബിറ്റിനെയൊക്കെ കഴിക്കുന്നതല്ലേ. ഇനി കാർണിവോറസിൽ സെക്കൻഡറി കൺസ്യൂമറിന് ടെർഷ്യറി കൺസ്യൂമേഴ്സും കാണും. അതായത് ഇപ്പോൾ ലയൺ വിച്ച് ക്യാൻ ഈറ്റ് വൂൾസ്, ചില കുറുക്കനെയോ ഇതിനെയൊക്കെ ലയൺ കഴിക്കാറുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ടെർഷ്യറി കൺസ്യൂമേഴ്സ് ആയിരിക്കും. അത് നമ്മൾ ഫുഡ് വെബും ഫുഡ് ചെയിനൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. പിന്നെ ഒംനിവോറസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഒംനിവോറസ് എന്ന് വെച്ചാൽ പ്ലാന്റ്സും ആനിമൽസും കഴിക്കുന്ന ഒരു ഓർഗാനിസത്തിനെയാണ് ഒംനിവോറസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് മനുഷ്യൻ, കുരങ്ങൻ, ഇതൊക്കെ രണ്ടിനെയും കഴിക്കുന്ന ഇതിനെയാണ് മാക്രോ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇത് ആദ്യമേ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഗ്രീൻ പ്ലാന്റ്സ്, പിന്നെ കൺസ്യൂമേഴ്സിൽ തന്നെ ഹെർബിവോറസിൽ പ്രൈമറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, ടെർഷ്യറി കൺസ്യൂമേഴ്സ്, ഓംനിവോറസ്. അടുത്തതാണ് മൈക്രോ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ സാപ്രോട്രോപ്സ്, ഡീകമ്പോസേഴ്സ് ഓർ ഓസ്മോട്രോപ്സ് എന്നും പറയും. അതായത് ഈ അഴുകിയ അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്, അത് കഴിച്ച് ജീവിക്കുന്നത്. എക്സാമ്പിളായിട്ട് ബാക്ടീരിയ, ഫംഗൈ, ഇതിനൊക്കെ എനർജിയും ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്നത് ഡീകമ്പോസിങ് ആയ ഡെഡ് ഓർഗാനിക് സബ്സ്റ്റൻസിൽ നിന്നായിരിക്കും. അതിനെ ഡിട്രിറ്റീവ്സ് എന്ന് പറയും. ഓഫ് പ്ലാന്റ്സ് ഓർ അനിമൽസ്, പ്ലാന്റ്സിൻ്റെയോ അനിമൽസിൻ്റെയോ ആയിരിക്കും. അതിൽ നിന്നും അഴുകിയതിൽ നിന്നും ഉണ്ടാകുന്നതിനെയാണ് മൈക്രോ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്ന് പറയുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഇൻഓർഗാനിക് ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ എക്കോസിസ്റ്റത്തിലേക്ക് റീയൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് നമ്മൾ എർത്ത് വോം, ഈ ചില ഓർഗാനിസംസ്, സോയിലുള്ള ചില ഓർഗാനിസംസ്, എക്സാമ്പിളായിട്ട് നീമാറ്റോപ്സ്, ആൻഡ്രോത്രോപ്സ്, ഇതൊക്കെ ഈ ഡെഡ്ലി ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ ഭക്ഷിച്ചാണ് എർത്ത് വോമൊക്കെ ജീവിക്കുന്നത്. ഈ എർത്ത് വോം എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചറിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. ഈ ഡിട്രിറ്റീവ്സ് ഫീഡേഴ്സ് ആണ് എർത്ത് വോമും ചില മണ്ണിൽ ജീവിക്കുന്ന ജീവികളും. ഇതെന്ന് പറയുന്നത് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസിഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് എർത്ത് വോമിനെയും പറയുന്ന മറ്റൊരു പേരാണ് ഡിട്രിവോറസ്. അടുത്ത ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്കോസിസ്റ്റം. ഒരു നാച്ചുറൽ എക്കോസിസ്റ്റത്തിനെ മെയിനായിട്ട് 2 രീതിയിൽ തിരിച്ചിട്ടുണ്ട്: ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിനെ വീണ്ടും 3 തിരിച്ചിട്ടുണ്ട്:
ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെയും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ഫ്രഷ് വാട്ടർ, സലൈൻ വാട്ടർ, മറൈൻ വാട്ടർ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളിനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്നും അക്വാട്ടിക് എക്കോസിസ്റ്റം എന്നും സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് എക്കോസിസ്റ്റത്തിനെ, അതിൻ്റെ സ്റ്റേറ്റിനെ എക്വിലിബ്രിയമായിട്ട് നിർത്തുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതായത് അത് സെൽഫ് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ഓരോ സ്പീഷീസിൻ്റെ സ്ട്രക്ചർ ആയാലും ഫങ്ഷൻ ആയാലും അതിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് സ്പീഷീസിന് തന്നെ ചേഞ്ചസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇങ്ങനെ സെൽഫ് റെഗുലേഷൻ നടത്തുന്ന സ്റ്റേജിനെ പറയുന്നതാണ് ഹോമിയോസ്റ്റാറ്റിസ്. അടുത്ത ടോപ്പിക്കാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിനുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഏതൊക്കെയാണെന്നുള്ളത് അതൊക്കെയാണ്: പ്രൊവിഷൻ ഓഫ് ഫുഡ്, ഫ്യൂയൽ, ഫൈബർ, പ്രൊവിഷൻ ഫോർ ഷെൽട്ടർ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, പ്യൂരിഫിക്കേഷൻ ഓഫ് എയർ ആൻഡ് വാട്ടർ, detoxification and decomposition of waste, stabilization and moderation of the Earth's climate, moderation of flood, drought, temperature extremes and the forces of wind, generation and renewal of soil fertility including nutrient cycling, pollination of plant including many crops, control of pests and diseases, maintenance of genetic resources as key inputs to crop varieties and livestock breeds, medicines and other products, culture and aesthetic benefits. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരൊന്ന് നോക്കി വെക്കുക. എക്കോസിസ്റ്റത്തിൻ്റെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ടോപ്പിക്കാണ് ഇക്കോട്ടോൺ. ഇക്കോട്ടോൺ എന്ന് പറയുന്നത് ഒരു സോണാണ്. അതായത് രണ്ട് എക്കോസിസ്റ്റം, ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്കോസിസ്റ്റത്തിൻ്റെ ഇടയ്ക്കുള്ളൊരു ജംഗ്ഷൻ. എക്സാമ്പിളായിട്ട് നമ്മൾ മാംഗ്രോവ് ഫോറസ്റ്റിന് എക്കോട്ടോൺ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് മറൈനും ടെറസ്ട്രിയലുമായിട്ടുള്ള എക്കോസിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്യുന്ന, അതിൻ്റെ രണ്ടിൻ്റെയും പ്ലാന്റ് എക്കോസിസ്റ്റം ആയാലും അക്വാട്ടിക് എക്കോസിസ്റ്റം ആയാലും അതിൻ്റെ നടുക്കായിട്ട് ഈ എക്കോട്ടോൺ സോൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് മാംഗ്രോവ് ഫോറസ്റ്റ്. ഈ മാംഗ്രോവ് ഫോറസ്റ്റ് ആ സ്റ്റേജിനെയാണ് എക്കോട്ടോൺ സോൺ എന്ന് പറയുന്നത്. മാർഷ് ലാൻഡ് അതിൻ്റെ ഒരു ഫിഗർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്കോട്ടോണിൻ്റെ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നാരോ ആയിരിക്കും, ക്വൈറ്റ് വൈഡ് ആയിരിക്കും, ഇച്ചിരി കുറച്ചേ കാണത്തുള്ളൂ. രണ്ടിൻ്റെയും ഇടയിൽ കുറച്ച് ഭാഗത്ത് മാത്രമായിരിക്കും എക്കോട്ടോൺ സോൺ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അഡ്ജസൻ്റ് എക്കോസിസ്റ്റം ആയിരിക്കും. ഹെൻസ് ഇറ്റ് ഈസ് എ സോൺസ് ഓഫ് ടെൻഷൻ. അതായത് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. പിന്നെ എന്ന് പറയുന്നത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള എക്കോട്ടോൺസ് ആയിരിക്കും. ഇത് ചില ഓർഗാനിസംസ് സ്പീഷീസ് ഇവിടെ ജീവിക്കുന്നതായിരിക്കും, എന്നാലും അത് സ്പീഷീസിൻ്റെ എണ്ണം കുറവായിരിക്കും. പൊതുവെ ചില സമയങ്ങളിൽ നമ്പർ ഓഫ് സ്പീഷീസ് അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്ന ചില സ്പീഷീസിൻ്റെ ഒരുപാട് കൂടുതലായിരിക്കും ചില കമ്മ്യൂണിറ്റികളിൽ. ഇങ്ങനെയുള്ളതിനെ പറയുന്നതാണ് എഡ്ജ് എഫക്റ്റ്. പ്രൈമർലി ആയിട്ടുള്ള ഒക്കെയർ ചെയ്യുന്ന ഓർഗാനിസത്തിന് അല്ലെങ്കിൽ അബ്ഡൻ്റലി ആയിട്ടുള്ളതിൻ്റെ പറയുന്ന പേരാണ് എഡ്ജ് സ്പീഷീസ്. ഇതെന്ന് പറയുന്നത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ എഡ്ജ് എഫക്റ്റ് എക്സ്പെഷ്യലി ആയിട്ടുള്ളത് ബേർഡ്സിനായിരിക്കും. എക്സാമ്പിളായിട്ട് ഒരു ബേർഡ്സിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മിക്സഡ് ഹാബിറ്റാറ്റ് ഓഫ് എക്കോട്ടോണിൽ നിന്നും ഫോറസ്റ്റ് ഡെസേർട്ടും തമ്മിലുള്ളതിൽ നിന്നും രണ്ടിൻ്റെ ഫോറസ്റ്റിൻ്റെ ഡെസേർട്ടിൻ്റെയും ബിറ്റ്വീൻ ഈ ബേർഡ്സിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അടുത്തയാണ് നീഷ് എന്ന് പറയുന്നത് ഫങ്ഷണൽ റോൾ ഓർ പ്ലേസ് ഓഫ് എ സ്പീഷീസ് ഇൻ ആൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഫങ്ഷണൽ റോൾ ചെയ്യുന്നത് ഈ നീഷായിരിക്കും. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ബയോളജിക്കലായിട്ടുള്ള ഫിസിക്കൽ ഓർ കെമിക്കൽ ഫാക്ടേഴ്സ് ഒരു സ്പീഷീസിനെ സർവൈവ് ചെയ്യുന്ന, അതിൻ്റെ നല്ല റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതിൻ്റെ നല്ലപോലെ അതിൻ്റെ ലൈഫ് ലോങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളതാണ് നീഷ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന ഒരു യൂണീക്ക് സ്പീഷീസ് ആയിരിക്കും. അതായത് എക്സാക്റ്റ് ഒരു ഐഡൻറ്റിക്കൽ നീഷ് ആയിരിക്കില്ല. ടു സ്പീഷീസ് ആയിരിക്കത്തില്ല, ഒരു ഐഡൻറ്റിക്കൽ നീഷ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് ഇത് രണ്ട് ഓർഗാനിസം തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ
നമ്മളൊരു സ്പീഷീസിനെ കൺസേർവ് ചെയ്യുമ്പോൾ അതിൻ്റെ നേറ്റീവായിട്ടുള്ള ഹാബിറ്റാറ്റിനെ കുറിച്ച് നമുക്കറിയായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഫുൾഫിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇതിൽ ടൈപ്സ് ഓഫ് നീഷ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഹാബിറ്റാറ്റ് നീഷ്, വേർ ഇറ്റ് ലീവ്സ്, എവിടെയാണോ ജീവിക്കുന്നത് അതിനെ ഹാബിറ്റാറ്റ് നീഷ് എന്ന് പറയും. പിന്നെ രണ്ടാമത്തേത് ഫുഡ് നീഷ്. ഫുഡ് നീഷ് എന്ന് പറയുന്നത് എന്താണത് കഴിക്കുന്നത്, എന്താണ് ഡിക്കമ്പോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്പീഷീസ് കോമ്പറ്റേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ഫുഡ് നീഷ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒന്ന് മറ്റൊന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതാണ് അതിജീവിക്കുന്നത്. മൂന്നാമത്തെയാണ് റീപ്രൊഡക്റ്റീവ് നീഷ്, അതായത് അതെങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നാലാമതായിട്ടുള്ളതാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ നീഷ്, അതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ്, ലാൻഡ് സ്ലോപ്പ് എങ്ങനെയാണ്, ഹ്യൂമിഡിറ്റി എങ്ങനെയാണ്, അല്ലെങ്കിൽ മറ്റെന്ത് ഫാക്ടേഴ്സാണോ. മെയിനായിട്ട് 4 ടൈപ്പാണ് നീഷ് ഉള്ളത്: ഹാബിറ്റാറ്റ്, ഫുഡ്, റീപ്രൊഡക്റ്റീവ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ. ഇനി നമുക്ക് അടുത്ത 5ാമത്തെ ഫാക്ടറിലേക്ക് പോവാം, ബയോ. 5ാമത്തെ എക്കോളജിക്കൽ ലെവലാണ് ബയോം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം ഇൻഡിവിജ്വൽ പഠിച്ചു. ഓരോ ഇൻഡിവിജ്വൽ കൂടുന്ന ഒരു ഗ്രൂപ്പിനെയാണ് പോപ്പുലേഷൻ. സെയിം സ്പീഷീസിലുള്ളതിനെയാണ് പോപ്പുലേഷൻ. ഒരുപാട് സ്പീഷീസ് ഉള്ളതിനെ കമ്മ്യൂണിറ്റി. അതിൻ്റെ എൻവയോൺമെൻറ്റും കൂടെ ആകുമ്പോൾ എക്കോസിസ്റ്റം. ഒരുപാട് എക്കോസിസ്റ്റം ഒക്കെ ചേരുന്നതാണ് ബയോം എന്ന് പറയുന്നത്. ബയോമിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനും ബേസിസിലാണ്. അതായത് ഒരു കോൾഡായിട്ടുള്ള സ്ഥലത്ത് നിന്നും വാമായിട്ട് വരുന്നത്, ഡ്രൈയിൽ നിന്നും വെറ്റായിട്ട് വരുന്നത്, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ പോളാർ, ടുൻഡ്ര, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്, വാം ഡെസേർട്ട്, സാവൻസ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ടെമ്പറേറ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ഒക്കെയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ടേബിളും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. അതിനകത്ത് ക്ലാസിഫിക്കേഷനായിട്ട് ഓരോ ബയോമിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ റീജിയൻ കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ ഫ്ലോറ ഫൗന കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ബയോസ്ഫിയറിൻ്റെ ടെറസ്ട്രിയൽ പാർട്ടാണ് ബയോം എന്ന് പറയുന്നത്. എല്ലാ ബയോമും ഒരുപോലെ ആയിരിക്കത്തില്ല. അവിടുത്തെ വെജിറ്റേഷൻ വേറെ ആയിരിക്കും, ക്ലൈമറ്റ് വേറെ ആയിരിക്കും, അനിമൽസും പ്ലാന്റ്സിൻ്റെയും വെറൈറ്റി സ്പീഷീസ് വേറെ ആയിരിക്കും, അതിൻ്റെ സോയിൽ ടൈപ്പ് വേറെ ആയിരിക്കും. എല്ലാ ബയോംസും ഒരുപോലെ ആയിരിക്കത്തില്ല. അതിൻ്റെയൊക്കെ ബേസിസിലാണ് ഓരോ ബയോമിനെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു 7 ക്ലാസിഫിക്കേഷനും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടെമ്പറേച്ചറും പ്രസിപ്പിറ്റേഷനുമാണ് ക്ലൈമറ്റ് ഫാക്ടേഴ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ മറ്റൊന്നാണ് അക്വാട്ടിക് സോൺസ്. ഇത് ടെറസ്ട്രിയലിൻ്റെയാണ് നമ്മൾ നോക്കിയത്. ഇനി അക്വാട്ടിക്, വെള്ളത്തിൽ ജീവിക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് ബയോംസ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിനകത്തുള്ള സലൈനിറ്റി അല്ലെങ്കിൽ ന്യൂട്രിയൻസ്, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, സൺലൈറ്റ് എത്ര ഡെപ്തിൽ ചെല്ലുന്നു, അങ്ങനെയാണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെയൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മെയിനായിട്ട് 5ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അക്വാട്ടിക് എക്കോസിസ്റ്റവും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. അതിൽ കൊടുത്തേക്കുന്ന ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം, മെറൈൻ എക്കോസിസ്റ്റം, ഈസ്റ്ററീസ്, കോറൽ ലീഫ്, മാംഗ്രൂവ് ഒക്കെയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ നോക്കുക. അതിൽ ക്ലാസിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നതായിരിക്കും, പ്രിലിമിനറിയിലൊക്കെ. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജാണ് ബയോസ്ഫിയർ. ബയോസ്ഫിയർ എന്ന് പറയുന്ന എർത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്ന ഒരു ഭാഗമാണ്. ഇതെന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ, ലിത്തോസ്ഫിയറിൻ്റെ, ഹൈഡ്രോസ്ഫിയറിനെയും കംപ്രസ് ചെയ്തിരിക്കുന്ന ഒരു സോണാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഒരു നാരോ ലെയറാണ് എർത്ത് സർഫേസിൻ്റെ. എക്സാമ്പിളായിട്ട് ഒരു ആപ്പിളിൻ്റെ ഷേപ്പാണ് എർത്തെന്ന് വെച്ചാൽ അതിൻ്റെ ആപ്പിളിൻ്റെ തൊലി എത്രയാണ് അത്ര തിക്നെസ്സേ ഉള്ളൂ ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 200 മീറ്റേഴ്സ് ബിലോ ദ ഓഷ്യൻ ലെവൽ. ഓഷ്യൻ ലെവലിൽ 200 മീറ്റേഴ്സ് ബിലോയും 6000 മീറ്റേഴ്സ് എബോവ് ദ സീ ലെവലായിരിക്കും ഈ ബയോസ്ഫിയറിൽ ലൈഫ് എന്ന് പറയുന്നത്. ഈ ബയോസ്ഫിയറിന് നോർത്ത് ആൻഡ് സൗത്ത് പോൾസിൽ ഒരു ലൈഫും ഇല്ല. ബിക്കോസ് ഹൈ മൗണ്ടൻസ് ആയിരിക്കും, ഡീപ്പസ്റ്റ് ഓഷ്യൻസും ആയിരിക്കും ഇവിടെ. അതുകൊണ്ട് അവിടെ ഒരു ലൈഫും ഇല്ല, അവിടെ ഒരു ബയോസ്ഫിയറും ഇല്ല. പക്ഷേ ചില ഫംഗസ്, സ്പോർ ഓഫ് ഫംഗസ് അവിടെ ജീവിക്കുന്നുണ്ട്. ഓൺലി ഡോർമെൻ്റ് ലൈഫ്, അത് നല്ല മെറ്റബോളിക്കായിട്ട് ആക്റ്റീവ് ആയിരിക്കത്തില്ല. പിന്നെ ബയോസ്ഫിയറിലെ ലൈഫ് ആക്റ്റീവ് ആണെങ്കിൽ
സൺലൈറ്റിൻ്റെ പ്രസൻസ് വേണം. കാരണം സണ്ണിൽ നിന്നും എനർജി കിട്ടിയാലേ ഒരു ബയോസ്ഫിയറിലെ ലൈഫിൻ്റെ ഓട്ടോട്രോപ്സായ പ്ലാന്റ്സിനൊക്കെ ജീവിക്കാൻ പറ്റും. എന്നാലേ ഹെൽത്തി ആയിട്ടുള്ള ബയോസ്ഫിയർ ഉണ്ടാകത്തുള്ളൂ. ഇത് നമ്മുടെ വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും സോയിൽ നിന്നൊക്കെ ന്യൂട്രിയൻസ് കിട്ടണം ലിവിങ് ഓർഗാനിസത്തിന്. കൂടാതെ ചില കെമിക്കൽസും റീസൈക്ലിംഗ് പ്രോസസ്സിലൂടെ ചില സൈക്കിൾസിലൂടെ സം കെമിക്കൽസ് നമുക്ക് വേണം. ഈ സൈക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിനി പഠിക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, ലിവിങ് ഓർഗാനിസംസ് ആർ നോട്ട് യൂണിഫോംലി ഡിസ്റ്റർബ്ഡ്. ബയോസ്ഫിയറിൽ ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് യൂണിഫോംലി അല്ല. ചില ഓർഗാനിസംസ് പോളാർ റീജിയൻസിലെ, ചിലത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലായിരിക്കും. അവിടെ നല്ല ഡൈവേഴ്സിറ്റി ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും. അത് പോളാർ റീജിയൻസിൽ വളരില്ല. അങ്ങനെയൊക്കെ ഓരോ ഡിഫറൻസ് ഉണ്ട് ബയോസ്ഫിയറിൽ. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, എൻവയോൺമെൻറ്റ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മളിതിനകത്ത് പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഹിസ്റ്ററി ഓഫ് എക്കോളജി, പിന്നെ എൻവയോൺമെൻറ്റ് എന്താണെന്ന് പഠിച്ചു. അതിനകത്ത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, പിന്നെ പഠിച്ചത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അതിനകത്തുള്ള ഇൻഡിവിജ്വൽ, പോപ്പുലേഷൻ, കമ്മ്യൂണിറ്റി, എക്കോസിസ്റ്റം, ബയോസ്ഫിയർ, അതിനകത്തുള്ള സബ് ഫാക്ടേഴ്സുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു ഇത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിൽ പറയുക. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.